വാട്സപ്പിലേ സ്റ്റിക്കർ ഓപ്ഷൻ തുടങ്ങിയിട്ട് കാലം കുറയും. പക്ഷെ ഇപ്പോഴും ഇത് അയക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട്. എങ്ങനെ അയക്കേണ്ടത്, എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. എനിക്ക് വരുന്ന മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ ഇട്ട് സ്റ്റിക്കർ അയക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഒരുപാട് ആൾക്കാരെ ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അറിയണവരുണ്ടാവുമായിരിക്കും, ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട്. എന്നാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആർക്കാണോ സ്റ്റിക്കർ അയക്കേണ്ടത് ചെയ്യാൻ അവരെ ചാറ്റ് ഓപ്പൺ ആക്കുക. ചാറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിക്കറിൻ്റെ ഐക്കൺ കാണാം. ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. കണ്ടോ, ഞാൻ ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കറുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതല്ല, ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മുടെ ഗാലറിക്ക് പോകും. ഗാലറിയിൽ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ ആക്കേണ്ട ഫോട്ടോസ് വെച്ചിങ്ങനെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനൊരു BSNL ഫോട്ടോ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. BSNL പരസ്യം വേണ്ടോ, സ്റ്റിക്കറായി സെൻഡ് അയക്കുക. അത്രേ ഉള്ളൂ. സെൻഡ് ചെയ്താൽ നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അതിലേക്ക് സ്റ്റിക്കറായിട്ട് സെൻഡായി. പിന്നെ നമ്മളിതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏത് സ്റ്റിക്കറിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അതിലേക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ സെൻഡ് ആവും. കണ്ടോ, എൻ്റെ മുമ്പത്തെ സ്റ്റിക്കറുകളൊക്കെ സെൻഡ് ആവുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് പരിപാടി. ഇതുപോലെ എത്ര സ്റ്റിക്കർ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ലൈവ് ഫോട്ടോസ് എങ്ങനെ സ്റ്റിക്കർ ആക്കാൻ നോക്കാം. അത് ഞാൻ ക്രിയേറ്റിൽ അമർത്തുക. എന്നിട്ട് ഈ ക്യാമറ എന്നുള്ള ഓപ്ഷൻ കാണാം. ഓപ്ഷനിൽ അമർത്തുക. അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്ന കാണാം. നമ്മുടെ നല്ലൊരു പോസ് പിടിക്കുക, ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്റ്റിക്കറായിട്ട് ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആയത് സെൻഡ് കൊടുക്കുക. സിമ്പിളാണ് പരിപാടി. ക്രിയേറ്റിൽ അമർത്തുക, ക്യാമറയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് വരും. നമ്മുടെ ഇമോഷനിൽ എങ്ങനെയാണോ ആയോ, നമ്മുടെ ഇമോഷൻ എങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ പകർത്താം. നമുക്ക് ചിരിക്കുന്നതോ ദേഷ്യപ്പെട്ടിട്ടോ എന്ത് ഇമോഷനാണെങ്കിലും നമുക്കത് ക്ലിക്ക് ചെയ്യുക. നേരെ ക്രിയേറ്റ് ആവും. സ്റ്റിക്കർ ക്രിയേറ്റ് ആയാൽ പിന്നെ സെൻഡ് കൊടുക്കുക മാത്രമേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. അങ്ങനെ എത്ര സ്റ്റിക്കർ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, വേറൊരു ആപ്പിൻ്റെ സഹായം ഇല്ലാതെ. വാട്സപ്പ് മാത്രം ഉണ്ടായാൽ മതി. ഇങ്ങനെ വീഡിയോസ് സ്റ്റിക്കർ പോലെ 5 സെക്കൻഡ് വീഡിയോസ് ചെറിയ നുറുങ്ങളായിട്ട് അയക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം ക്രിയേറ്റിൽ അമർത്തി കഴിഞ്ഞാൽ നേരെ ഗാലറിക്ക് വരും. ഗാലറിയിൽ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ബർത്ത്ഡേ വിഷസോ അല്ലെങ്കിൽ വല്ല പൂരത്തിൻ്റെ സെലിബ്രേഷൻ്റെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അയക്കാം. 5 സെക്കൻഡാണ്. അടിയിൽ ആ ബാറിൽ ഇങ്ങനെ നമുക്ക് എത്ര സീക്വൻസ് ഇങ്ങനെ കാണിക്കും. അതിൽ ഏത് സീക്വൻസ് വേണ്ടിച്ച് ഇങ്ങനെ നീക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് ഭാഗം വേണ്ടിച്ച് അതിങ്ങനെ നീക്കാം. 5 സെക്കൻഡ് അതിൽ ഡ്രാഗ് ചെയ്താൽ കിട്ടുള്ളൂ. 5 ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവച്ച ഏത് സ്ഥലമാണോ അവിടെ വെച്ചിട്ട് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് ചെറിയ ഗിഫ് പോലെ ഒരു സ്റ്റിക്കറായിട്ട് മാറും. സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്താൽ പ്രിപ്പയറിങ് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിലേക്ക് സെൻഡ് ആവും. അങ്ങനെ നമുക്ക് എത്ര വീഡിയോസ് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യാം.